നമസ്കാരം. ഹലോ, ഇതാരാണ്? നമ്മുടെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചല്ലോ. ആരാ ഇത്? ആണോ? ഞാനാണല്ലോ റോബിൻ. എന്താ പ്രശ്നം മോനെ? പറഞ്ഞോ. ഏത് ടീമാ വിളിക്കുന്ന? അല്ല, പറഞ്ഞോ, ഏത് ടീമാ വിളിക്കുന്നത് പറഞ്ഞോ. ബി ജെ പിയുടെ ടീമാ? ആണോ? ഓഹോ, ഓക്കെ. ഇതാരാണ്? താങ്കൾ ആരാണ്? അല്ലല്ല, പേര് പറഞ്ഞോ മോനെ. നിന്റെ പേര് പറഞ്ഞോ. എന്താ പേര് പറഞ്ഞോ? പേര് പറഞ്ഞോ. എടാ, പേര് നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം നിനക്ക്? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് ബി ജെ പി ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? നിന്റെ അടുത്ത് ഞാൻ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? നീ ആരാണ്? എടാ, നിന്റെ പേര് പറ മോനെ. നിന്റെ പേര് പറ. നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ പേര് പറ. എവിടെ നിന്ന്? നിന്റെ പേരും വീടും പറ. നീ എവിടെ നിന്ന്? എടാ, കണ്ടുപിടി. എടാ, നിന്റെ പേര് പറടാ. എന്തോ നീ എന്തോ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം? എന്താ പ്രശ്നം നിനക്ക്? എന്താ നീ എന്തോ മറിച്ചുള്ളതെന്ന് പറഞ്ഞു. എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ നിനക്ക്? എടാ, പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ. ഞാൻ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ? എന്തേ ബി ജെ പി? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളം ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഓ, അത് എന്തെങ്കിലും ആവട്ടെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, സ്വപ്നം ആയിക്കോട്ടെ. സ്വപ്നം എന്തേ? സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം? സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്നത്? നീ എന്തിനു വിളിച്ചത്? നീ പറ. നിന്റെ ടീമല്ല, നീ പറയടാ. ഓ, തീട്ടം. ഓഹോ, അത്ര ഉള്ളടാ. നീ എന്തോ എന്നെ കട്ട് ചെയ്താ? നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിൻ രാധാകൃഷ്ണൻ. സോ, നിങ്ങളിപ്പോ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ്. കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ ബൊട്ടിക്കിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. എന്റെ സ്ഥലം എവിടെയാണ്, എന്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു ഭീഷണി കൂടെ. റോബിന്റെ അടിയന്തരമാണ്, അവരുടെ സൂക്ഷിച്ചോളം പറഞ്ഞു. സോ, അപ്പം സ്റ്റാഫ് പാനിക്കായി എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളിപ്പോ കണ്ടത്. അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യും. ബി ജെ പിനെ എനിക്ക് ഇഷ്ടമാണ്. എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഇനി ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട. അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്കലി എക്സ്പോസും ചെയ്യും, നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ. നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എന്റെ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു. ബിഗ് ബോസിലൂടെ പ്രശസ്തനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം ഇട്ടിരുന്നു. തുടർന്ന് ഇയാൾ സംഖ്യയാണ്, ചാണകമാണ് എന്ന തരത്തിൽ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെയുള്ള മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം അതെ ഞാൻ സംഖ്യയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അപ്പോഴേ അറിയാമായിരുന്നു അടുത്ത സ്റ്റെപ്പായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയൊക്കെ വിളിച്ച് ഫോണിൽ കൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും എന്ന് തന്നെയായിരിക്കും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നമുക്കും കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. ഇവർ ആത്യന്തികമായിട്ട് മണ്ടന്മാരാണ്. അല്ലെങ്കിലും ഈ സുഡാപ്പികളെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തൂടെ പോലും പോയിട്ടില്ല. ഈ പൊട്ടന്മാരുടെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോവില്ല, അവരങ്ങ് പേടിച്ച് തിരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത്. അതൊക്കെ പണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ സംഖ്യ അല്ലാത്തവൻ വരെ പറയും അതാ സംഖ്യയാണെന്ന് പറയും. ചാണകം എന്ന് വിളിച്ചാൽ അതെ സംഖ്യ ചാണകമാണെന്ന് പറയും. പിന്നെ അവർക്കൊന്നും പറയാനില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഗുജറാത്ത് ഗർഭിണി ശൂലം ഭ്രൂണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറയും. ഇപ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. പണ്ട് ഒരാളെ സംഖ്യ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരുടെ വിചാരം അങ്ങനെയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ സംഖ്യ ചാണകം എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ആൾക്കെന്തോ നാണക്കേട് തോന്നി അയ്യോ ഞാൻ സംഖ്യ അല്ല എന്നൊക്കെ പറയുമെന്നാണ് ഇവന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരു 10-15 വർഷത്തിന് മുമ്പ് കുറച്ച് പേരൊക്കെ അങ്ങനെ കണ്ടേക്കാം. പക്ഷേ ഇപ്പം സംഖ്യ അല്ലാത്ത ഒരുത്തരെ പോയി ചൊറിഞ്ഞിട്ട് നീ സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ അവൻ കലിപ്പിന് പറയാതെ ഞാൻ സംഖ്യയാണ് എന്ന് പറയും. സംഖ്യയായ എന്ത് എന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്യും. അത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് റോബിൻ ഇപ്പം തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു അർത്ഥ മനസ്സുള്ള ഒരാളെ പോലും അവർ നോക്കുമ്പം രാജ്യം വളരെ ഭംഗിയായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നു, തുടർച്ചയായിട്ട് ജയിക്കുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഈ പാർട്ടി കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നേതാക്കളെ കാണുമ്പോഴോ മന്ത്രിയൊക്കെ കാണുമ്പോഴുള്ള ഫോട്ടോ എടുത്തിടുമ്പോഴായിരിക്കും ഇതുപോലുള്ള കുറേ വിവരമില്ലാത്തമാർ, മദ്രസ പൊട്ടന്മാർ, സംഖി, ചാണകം ഇത്തരം മുദ്രകളൊക്കെ കുത്തുന്നത്. അപ്പോൾ എങ്ങനെ കലിവരായിരിക്കും? അതുവരെ ബി ജെ പി ആവണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾ പോലും അതോടെ ഞാൻ സംഖ്യയാണെന്ന് പറയും. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അയാൾക്ക് നേരത്തെ ബി ജെ പി എന്ന പാർട്ടിയോടോ നരേന്ദ്രമോദിയോടോ ഒക്കെ ഇഷ്ടവും ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ അയാളെ എങ്ങനെ വെളിപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും കുറേ മദ്രസ പൊട്ടന്മാരായിട്ട് താഴെ വന്നിട്ട് ചീത്തവിളിയും അതുമായി. അപ്പം പിന്നെ റോബിനെ പോലെ ഒരാൾക്ക്, അദ്ദേഹം ഡോക്ടർ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ബൗട്ടിക്ക് എന്തൊക്കെ ഉണ്ട്,
അങ്ങനെ ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അവർ മറ്റാരെയും ശല്യപ്പെടുത്താതെ അവരുടെ കാര്യം നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഇവർ ചെന്നിട്ട് ഇതും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. BJP ചെന്ന് കഴിഞ്ഞാൽ കേരളം പിടിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ സ്വപ്നമാണെന്നൊക്കെ. പണ്ട് 1980 കാലഘട്ടത്തിൽ അതിപ്പോഴും ആ ചില എഴുത്തൊക്കെ ഇപ്പോഴും ഉണ്ട് കണ്ണൂരിലെ ചില ഭാഗങ്ങളിലൊക്കെ. ഞാൻ മുമ്പൊരിക്കൽ അത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പാലത്തിൻ്റെ താഴെയായിട്ട് കലിങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നാൾ രാജ്യം BJP ഭരിക്കും എന്ന് പറഞ്ഞിട്ട്. അന്ന് അത് അവർ ആ ഫോട്ടോയൊക്കെ ഇട്ട് കാണിച്ചിട്ട് കളിയാക്കുമായിരുന്നു. BJP ഇപ്പോൾ അങ്ങ് ഭരിച്ചു കളയും രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് 2 സീറ്റ് എന്തോ മറ്റോ ഉള്ളൂ. അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന ആ പാർട്ടി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എതിരാളി എന്ന് പറയാൻ പോലും ഇല്ല. 2ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന കോൺഗ്രസിന് 99 സീറ്റേ ഉള്ളൂ, 100 പോലും തികഞ്ഞിട്ടില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അവിടെ അവർ മത്സരിക്കുന്നത് നോട്ടയോടാണ്. ആ നോട്ടയുടെ പുറകെ കിടക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവരെപ്പറ്റി പറയുമ്പോൾ തിരുവനന്തപുരം ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്ന് പറയും കോർപ്പറേഷൻ. അവർ തിരുവനന്തപുരത്ത് ഇതാ ഭരിക്കുന്നു. സുരേഷ് ഗോപിയുടെ കേസ് പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരിക്കലും തൃശ്ശൂർ കിട്ടില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ആണെങ്കിൽ അവരാരും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത അത്രയും ഭൂരിപക്ഷം നേടി അവിടുത്തെ MP ആയി ഇപ്പം മന്ത്രിയായി. അങ്ങനെ നാളെ കേരളവും ഭരിക്കും. അത് അവരുടെ ലക്ഷ്യമാണ്. അവരെപ്പോഴും പറയുന്ന കാര്യമാണ്, കേരളവും ഞങ്ങൾ ഒരിക്കലും ഭരിക്കുമെന്ന് പറയും. അപ്പോൾ അതിനോട് ചേർന്ന് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു, അതെ നാളെ കേരളവും BJP ഭരിക്കുന്നതാണ് എന്ന് സ്വപ്നം എന്ന് പറയുമ്പോൾ അതിയൊക്കെ അങ്ങ് ഭരിക്കും, അതൊക്കെ സ്വപ്നമാണെന്ന്. സുഡാപ്പികളെ നിന്നെയൊക്കെ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പുറകിൽ നിന്നിട്ട് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ പുറകിൽ നിന്നിട്ടുള്ള കളിയല്ലാതെ നിനക്കൊന്നും എന്താ പറയുക, ഒരു MLA-യോ ഒരു MP-യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒന്നുമില്ല. ആരുടെയെങ്കിലും പിന്നിൽ നിന്നിട്ടുള്ള പരിപാടിയല്ലാതെ നിനക്കൊന്നും മുന്നിൽ വന്നിട്ടുള്ള പരിപാടിയേ അറിയില്ല. ഇങ്ങനെ ധൈര്യമായിട്ട് ഞാൻ സംഖ്യയാണ് എന്ന് പറയുന്നവരെ അവരില്ലാത്ത സമയത്ത് അവരുടെ ഭാര്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അവരുടെ സ്റ്റാഫിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, തിരിച്ചങ്ങോട്ട് വിളിച്ച് കഴിയുമ്പോൾ BJP-ക്കാർ വന്നിട്ടാണ് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് പറയുക. അവസാനം ഒന്നും പറയാനില്ലാത്തപ്പം ചാണകമൊന്നും ഓരോന്നൊക്കെ വിളിച്ചിട്ടങ്ങ് പോവുക. നീയൊക്കെ ഇത് തന്നെയാണ് മദ്രാസിൽ പഠിച്ചത്, ഒരു മാറ്റവും ഇല്ലല്ലോ.